തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴക്കൂട്ടമാണ്. IT കമ്പനികളും ഫ്ലാറ്റ് സമുച്ചയങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭ്യമല്ല. രണ്ടാഴ്ചയിലേറെയായി കുടിവെള്ളം കിട്ടാക്കനിയാണ്. കടകൾ പോലും അടച്ചുപൂട്ടി. പരാതി പറഞ്ഞ് മടുത്തു. വാട്ടർ അതോറിറ്റിക്കെതിരെ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ പ്രതിഷേധവും ഉയർത്തി. പക്ഷേ ശാശ്വത പരിഹാരം മാത്രം ഉണ്ടായില്ല. ബേക്കറി സാധനം എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതും ഇതുപോലെ തന്നെ വെള്ളം ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും പിന്നെ ആരും ചായ കുടിക്കാനും വരാറില്ല. ഇപ്പം ആ സാധനം അത്രയും വേസ്റ്റായിപ്പോവും. ഇന്നിപ്പോൾ സാധനം എടുത്ത് വെച്ച് വെള്ളമില്ല, ഞങ്ങൾ ഓഫാക്കി ഇട്ടിട്ട് കട അടച്ച്. ടെക്നോ പാർക്കിന് സമീപത്തെ ജനവാസ മേഖലയാണിത്. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ആദ്യമൊക്കെ എല്ലാ ദിവസവും പൈപ്പ് വെള്ളം കിട്ടിയിരുന്നു. പിന്നീടത് ആഴ്ചയിൽ 3 ദിവസവും തുടർന്ന് 1 ദിവസവുമായി മാറി. ഇപ്പോൾ അതും കിട്ടുന്നില്ല. കിടന്ന് മരിക്കണ് വെള്ളം ഇല്ലാതെ. നമ്മൾ വിശന്നാ കിടക്കാം, കുളിക്കാതെ ഈ ചൂടത്ത് എങ്ങനെ കിടക്കും മക്കളെ? എൻ്റെ മോൻ പോയി കടയിൽ പോയി വിലയ്ക്ക് വാങ്ങിച്ചോണ്ട് 4-5 കുപ്പി പോയി. 2 ആഴ്ചയായി ഒരു തുള്ളി വെള്ളം പോലും പൈപ്പിലൂടെ വരുന്നില്ല. വാട്ടർ അതോറിറ്റിയിൽ വിളിക്കുമ്പോൾ പരിശോധിക്കാമെന്ന മറുപടി മാത്രം. സ്കൂൾ കുട്ടികളും പ്രായമായവരും കൂടുതലുള്ള മേഖലയാണിത്. പരീക്ഷാകാലമായതിനാൽ കുട്ടികളെ സ്കൂളിൽ അയക്കാനും പലർക്കും കഴിയുന്നില്ല. യൂണിഫോം കഴുകാനും കുളിക്കാനും പോലും കഴിയുന്നില്ല. എനിക്കൊരു മോളുണ്ട്. അതിന് രാവിലെ സ്കൂളിൽ പോകാനോ കുളിക്കാനോ ബാത്റൂമിൽ പോകാനോ അതിന് ഒരു തുള്ളി വെള്ളമില്ല. മിക്കവാറും ദിവസങ്ങളിൽ കുപ്പി വെള്ളം വാങ്ങിച്ച് 60 രൂപ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് അതിന് കുളിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് കുളിച്ചിട്ടോ തല നനച്ചിട്ടോ കുറേ ദിവസമാണ്. വേനൽ സമയം ആയപ്പോഴാണ് നമുക്ക് അത്രയും ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീട്ടിൽ പോയി നമുക്ക് വെള്ളം എടുക്കുമ്പോഴും അവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും ഇപ്പോൾ അവർക്കില്ല. അപ്പോൾ നമ്മൾ ചെന്ന് ഈ പൈപ്പിൽ നിന്ന് വെള്ളം വരാതിരിക്കുമ്പോൾ നമ്മളെ ആവശ്യങ്ങൾക്ക് വെള്ളം ചോദിക്കുമ്പോൾ അവർക്കത് തരാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാര്യം അവരുടെ വീട്ടാവശ്യത്തിനുള്ള വെള്ളം തന്നെ കിണറുകളിലില്ല. കുടിവെള്ളത്തിനും പാചകത്തിനും പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയാണിവിടെ. എന്നാണ് ഇവർക്കൊരു പരിഹാരമുണ്ടാകുന്നത്? ശാശ്വതമായ പരിഹാരം. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.